അപ്പോൾ ഹോസ്പിറ്റലിലേക്ക് വരുന്നവരെല്ലാം കണ്ടിട്ട് ഹോസ്പിറ്റലിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ മുറ്റത്ത് ഫ്രഷ് സാധനം വെക്കുന്ന കുറേ ചേച്ചി മാറിയിരിക്കുന്നുണ്ട് കേട്ടോ. പണ്ട് ചെറുങ്ങനെ ഉണ്ടായി, ഇപ്പോൾ ബില്ലിങ്ങനെ ആയിട്ടുണ്ട് കേട്ടോ. നല്ല ഫ്രഷ് സാധനം ചെറിയ വിലക്ക്, അതാണ് കേട്ടോ ഏറ്റവും ലാഭം ആടെ എടുക്കുന്നതാണ് ഈ ഫ്രഷ് സാധനം. ദിവസം പെരുന്നാക്കലും നല്ലത് അവിടെ റിക്ഷയ്ക്ക് ഞങ്ങൾക്ക് മാർക്കറ്റിൽ പോകുന്ന റോട്ടിൽ തന്നെ, കാഞ്ഞങ്ങാട് മാർക്കറ്റിൽ പോകുന്ന റോട്ടിൽ തന്നെ വെക്കുന്നുള്ളതാണ് കേട്ടോ. ഉണക്കും എല്ലാം കിട്ടും. അപ്പോൾ ഇത് ഉള്ളിലേക്ക് എത്തിയിട്ടുണ്ട്. അങ്ങനെ ആളൊന്നും ഉണ്ടായിട്ട് അപ്പോൾ പാത്തുവിനെ കണ്ണ് ചെക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. എത്ര ഇങ്ങനെ അവൾ കാണുന്നില്ല പറഞ്ഞിട്ട് കരഞ്ഞതല്ല. അപ്പോൾ അവൾ പറഞ്ഞിട്ട് അപ്പോൾ ഫസ്റ്റ് കണ്ണൊന്ന് ചെക്ക് ചെയ്യുന്നുണ്ട്, വായിക്കാനല്ല പറയുന്നുണ്ട്. അപ്പോൾ നല്ല മാഷാല്ലാ ഒന്നും പ്രശ്നമൊന്നുമില്ല കേട്ടോ. കണ്ണിന് കാഴ്ചക്കുറവിൻ്റെ ഒരു പ്രശ്നമില്ല. അപ്പോൾ നല്ല ഭംഗി പറയുന്നുണ്ട്. അങ്ങനെ ഡോക്ടർക്ക് കാണിച്ചിട്ടാണ് ഡോക്ടർ പറഞ്ഞു പ്രശ്നമൊന്നുമില്ല, 3 ദിവസം കഴിഞ്ഞിട്ട് ഇങ്ങനെ വീക്കും കണ്ണിൻ്റെ ഇതുണ്ടെങ്കിൽ നിങ്ങൾ വേറെ കുഞ്ഞുങ്ങളെ സ്പെഷ്യലിസ്റ്റിന് കാണിച്ചോ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം അതിലൊക്കെ കഴിഞ്ഞിട്ടായിട്ട് നമ്മൾ പോകുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ മരുന്ന് തന്നിട്ടുണ്ട്, ഒരു കണ്ണിലൊട്ടിക്കുന്ന മരുന്നും അലർജീൻ്റെ മരുന്നും പിന്നെ ഒരു ഗുളികയും തന്നിട്ടുണ്ട്. അതിൽ മാറുന്നില്ലെങ്കിൽ കുഞ്ഞുങ്ങളെ സ്പെഷ്യലിസ്റ്റിന് 3 ദിവസം കഴിഞ്ഞിട്ട് കാണിക്കാൻ പറഞ്ഞാൽ. അപ്പോൾ അവിടെ തന്നെ വേറെ റിക്ഷയിൽ കെട്ടി നമ്മൾ ഇതൊക്കെ എത്തിയിട്ടുണ്ട്. അപ്പോഴത്തേക്ക് എല്ലാവരും കളിക്കുന്നുണ്ട്, അല്ലേമാർ ഒരേ പണിയിലുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ വന്നതിൽ തന്നെ ഇതിന് മാറിക്കിട്ടിയാലേ ഒരു സമാധാനം. വന്നാൾക്ക് തന്നെ ഗുളികയും മരുന്നെല്ലാം കൊടുത്ത് ഇനിയിപ്പോൾ ഉള്ളിൽ കയറി എനിക്ക് പയർ ഊങ്ങിയുണ്ടായിന്, അതും എടുത്തിട്ട് തിന്നാണ്ടിട്ട് ഇരുന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് ആ വാള പൊരിച്ചതാണ് കേട്ടോ, മുള്ളു വാള എന്ന് പറയും നമ്മളെ നാട്ടിൽ. അതിനെ പൊരിച്ചിട്ടുണ്ട്, അത് ചാറാക്കിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ച് ചോറിക്കാന്ന് വിചാരിച്ചു. അങ്ങനെ ഇപ്പോൾ പാത്തുവിന് ദോശ ഉണ്ടായതും കൊടുത്തേട്ടാ. 10 ദോശയെല്ലാം തിന്നുന്നുണ്ട്. അപ്പം നല്ല അടിപൊളി വാളക്കറിയും വാള പൊരിച്ചതെല്ലാം കൂട്ടിയിട്ട് നല്ല പങ്കൽ ചോറ് വെച്ച് ഇനിയിപ്പോൾ നമുക്ക് ചട്ടഞ്ചാലിലേക്ക് പോകണം കേട്ടോ. ഇനിയൊന്ന് ചോറെല്ലാം വെച്ചിട്ട് റെഡിയാണെന്നുള്ളത്. ഇനിയിപ്പോൾ ഇവരെല്ലാം കൂട്ടിയിട്ട് ചട്ടഞ്ചാലിലേക്ക് പോകാനുണ്ട്. അപ്പം ഇതാ ഇവരെല്ലാം കളിക്കുന്നുണ്ട്, കുറച്ച് കളിച്ചിട്ടെല്ലാം ആയിട്ടാണ് പോയത്. അപ്പോൾ ഓക്കെ ബൈ. നിങ്ങൾ തരുന്ന സപ്പോർട്ടിന് കുറേ താങ്ക് യു. അപ്പോൾ ഓക്കെ ബൈ.